അപ്പോൾ ഇന്ന് എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്ന് പതിമുഖം വെട്ടിയിട്ട് പതിമുഖം കൊണ്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ പോവുകയാണ്. അതാണ് ഇന്നത്തെ വീഡിയോ. അത് സാധാരണ കടയിൽ നിന്ന് കിട്ടുന്ന പതിമുഖമല്ല, അതിൻ്റെ ഇത് ഒറിജിനൽ സാധനം. അതായത് മറ്റേ മരം, അതിൻ്റെ മരത്തിൻ്റെ തടി വെട്ടിയിട്ട് കാതൽ വെട്ടിയിട്ട് കൊണ്ടുവന്ന് തിളപ്പിച്ച് കുടിക്കാൻ പോവുകയാണ്. അതാണ് പരിപാടി. പതിമുഖം എൻ്റെ ശരിക്കും പേര് മലയാളത്തിൽ ചപ്പങ്കം എന്നാണ് പറയുന്നതെന്നാണ് ഞാൻ ഇതിനെ കണ്ടെത്താൻ കഴിഞ്ഞത്. ഇവിടെയൊക്കെ അതിനെ ചപ്പങ്കം എന്നാണ് പറയുന്നത്. അപ്പം ആ സംഭവം ഒന്ന് വെട്ടി ഇവിടെ ഉണ്ട്. ഇവിടെ താഴെ മാവ് വെട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ ഐഡിയ തോന്നിയത്. അപ്പോൾ അതിൽ നിന്ന് പോയി ഒരു പീസ് തടി, അതിൻ്റെ ഒരു തടി കാതലുള്ള തടി എടുത്ത് കൊണ്ടുവന്ന് അതിനെ വെട്ടി തിളപ്പിച്ച് കുടിക്കാൻ പോവുകയാണ്. അപ്പോൾ അതാണൊന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓക്കെ, അങ്ങ് താഴെയാണ് നമ്മുടെ സംഭവങ്ങളുള്ളത്. താഴെയല്ല, താഴെയുണ്ട്, ഇവിടെയുണ്ട്. അത് പിന്നെ കാണിക്കാം. അങ്ങ് താഴെന്ന് വന്നാലാണ് അതിൻ്റെ ഒരു രസം. അങ്ങ് താഴെന്ന് കണ്ടിട്ട് വന്നാലേ അത് കാണാൻ രസമുള്ളതുകൊണ്ട് ആദ്യം അങ്ങ് താഴെ പോവാം. ഒറ്റക്കാലം കസേര അതവിടെ നിൽക്കട്ടെ. അങ്ങ് താഴെ അറ്റം പോയിട്ട് താഴെ അറ്റത്തുള്ളത് കാണിച്ചിട്ട് ഇങ്ങോട്ട് വരാം. അങ്ങനെ നമ്മൾ അത് സാഹസ്യമായിട്ട് അല്ല, അങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആരുമില്ലേ. ഇവിടെയാണ് നമ്മുടെ സംഭവ ബഹുലതമായ കാര്യങ്ങൾ നടക്കാൻ പോകുന്നത്. അവിടെ അങ്ങനെ ചുമപ്പായി ഇരിക്കുന്നതാണ് നമ്മുടെ സാധനം, അല്ല ചപ്പങ്കം. അതിൻ്റെ ബലഹീനമായ മുള്ളുള്ള തടികൾ. ആഹാ, എന്താ അതിൻ്റെ ഒരു മുള്ള്, 2 മുള്ള. എനിക്കങ്ങനെ തോന്നണത്. ഇതിൻ്റെ തടി മൊത്തം മുള്ളോട് മുള്ളാണ്. ഓക്കെ, അത് പോട്ടെ. ഇതാണ് സാധനം. ആഹാ, ഇത് വെട്ടിയിട്ട് ഏകദേശം ഒരാഴ്ച എന്നാണ് എൻ്റെ ഒരാഴ്ച ആയി. നല്ല കറയുണ്ടെങ്കിൽ ഇങ്ങനെ പിടിച്ചാൽ ഇങ്ങനെ കയ്യിൽ കൂടുന്നതറിയാം. ചുവമായിരിക്കും. 2 തടി ഉണ്ടായിരുന്നു, 2 മരം, അതും ഇതും. 2ഉം വെട്ടിയെടുത്തിരിക്കുകയാണ്. ഒരു ഫോട്ടോ എടുത്ത് കളയാം. ഇതാണ് ആ സംഭവം. ഇതാണ് ചപ്പങ്ങത്തിൻ്റെ മരം തൈ. ഇല ഏകദേശം ഇപ്രകാരമാണ് ഇരിക്കുന്നത്. അത് വളർന്ന് ഏറ്റ മരമാവും. മരമായിട്ട് കാണിക്കാൻ വേണ്ടി മരമൊന്നുമില്ലല്ലോ. അതിനെ വെട്ടി മരത്തിക്കളഞ്ഞുണ്ടായിരുന്നു. അതിനെ വിശാലമായിട്ടൊന്ന് കാണിച്ചു കളയാം. ഇന്നിപ്പോൾ ഈ തടിയാണ് വെട്ടിയാണ് നമ്മൾ വെള്ളം ഇടാൻ പോകുന്നത്. ഇതൊരെണ്ണം, ഇവിടെ 3 എണ്ണം ഉണ്ടായിരുന്നു. 3ഉം വെട്ടി മറിച്ചിട്ടിരിക്കുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇതൊക്കെ മണ്ടയിലോട്ടുള്ള തടികളാണ്. ഇതിലൊന്നും കാതലില്ല. യോ, ഇവിടെ ഇട്ടിട്ടാണ് അവർ വെട്ടിച്ചെത്തി വാരിയത്. അതിൻ്റെ തോടുകളാണ് ഈ കാണുന്നത്. ആ കാതൽ, ആഹാ. അപ്പുറത്തുണ്ടെണ്ണം, മേലെ കൂടെ പോവാം. നേരത്തെ വെട്ടിയതിൻ്റെ മൂടാണ് വെട്ടിവാരി അടുക്കി വെച്ചിരിക്കുന്നത്. ഇതിൽ കാതലില്ലാന്ന് തോന്നുന്നു, വെളുവിളായിരിക്കുന്നത് മൂട്. ഇതൊക്കെ കാതലാണ്. അതിൻ്റെ പുറത്തത്തെ വെട്ടിക്കളഞ്ഞാൽ ഇപ്പോൾ നല്ല കാതലായി തന്നെ ഇരിക്കും. താഴെ കിടക്കുന്ന അടുത്ത് വരണം. ഇതാണ് അടുത്തൊരു തടി. അത് ഉണങ്ങിയിരിക്കാനായിട്ടാണ് വെളുവിളായിരിക്കുന്നത്. വെട്ടിയാൽ ഇപ്പോഴും അത് ചുവയമാ തന്നെ ഇരിക്കും. ഞാൻ ചെരുപ്പെടുത്തില്ല. ഇത് മൊത്തം മുള്ളാണ്. ഇതിൻ്റെ ഇടയിലൂടെ ഇപ്പം എങ്ങനെ ഇറങ്ങി ചാടുമോ എന്തോ. ഓഹോ,
അതിൻ്റെ കടയിലൊന്നും ചെന്ന് അണ്ടാൻ പറ്റൂല. അതിനും മാത്രം മരമുണ്ട്. ഇത്രയും വിശാലമായൊരു മരമുണ്ട്, ഞാൻ കാണിച്ചില്ല. എന്തായാലും അതും കാണിച്ചു കളയാം. അതാ ഒരെണ്ണം കണ്ട കറ് നല്ല ചൊവ്വ കറ് ഇരുടായിരിക്കുന്നത്. ആഹാ, ഇത് മണ്ടയിലോട്ടുള്ളതാണ്. ചെറിയ കാതൽ കുറവ്. ഇതാണ് കാതൽ. ആഹാ, അല്ലേ തടി നടത്താൻ. കാതലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം. ഓഹോ, ഇത് ഉണങ്ങിയത് കൊണ്ട് ഇതായിപ്പോയി. ഉണങ്ങാതിരുന്നിരുന്നെങ്കിൽ വെട്ടി അപ്പയായിരുന്നെങ്കിൽ ഇങ്ങനെ തൊട്ടാ കയ്യൊക്കെ കയറി ചുവക്കും. ചുവന്നിരിക്കും. വെട്ടത്തിൻ്റെ ഒരു ലഭ്യത കുറവുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അല്ലേ നല്ല ഇരുടായിരിക്കേണ്ടതാണ്. വലിയ മൂട്. ഇതിൽ 1, 2, 4 കുറ്റി ഉണ്ടായിരുന്നു. 4 മരം, 4 മുറിച്ചിരിക്കുന്നു. അപ്പം അതങ്ങ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പം മേലെ അവർ മുറിച്ച് 2 മേലത്തെ കുറ്റി, അതും കൂടി ചെന്നങ്ങ് കാണിച്ചു കളയാം. ശരിക്കും ഇതാണ് മരം. ഏകദേശം ഇങ്ങനെ ആയിരിക്കും ആ മരം ഉണ്ടാവുക. മേലപ്പടപ്പ് ഇത്രയൊക്കെ തന്നെ പൊങ്ങുള്ളൂ. ഞാനിവിടെ കണ്ട മരമൊക്കെ ഇതിനേക്കാളുണ്ട്. ഏകദേശം ഈ രൂപത്തിലൊക്കെ ആയിരിക്കും. ഇതിലിവിടെ തൊലി പോയി. ഇവിടെയൊക്കെ നല്ല കാതലായിരിക്കും. എൻ്റെ കയ്യിൽ ആയുധമില്ലാത്തത് കൊണ്ട് ഞാൻ വെട്ടി കാണിക്കുന്നില്ല. കല്ലിട്ട് വെട്ടിയതൊന്നും അറിയാൻ പറ്റില്ല. ആയുധം വെച്ച് വെട്ടുകയാണെങ്കിൽ കത്തിയെല്ലാം വെച്ച് വെട്ടിയാൽ അവിടെ കാതലറിയാൻ പറ്റും. ഇതാണ് ഏകദേശം മരം. ഇതിനേക്കാളും വളരും. ഇത് ഇപ്പം അത്രയേ ഉള്ളൂ. ഇതിനേക്കാളും വലുതായിട്ട് നിന്ന മരങ്ങളിലാണ് അവിടെ വെട്ടിയിട്ടിരിക്കുന്ന 3 എണ്ണം. ഇത് വേറൊരെണ്ണം. ഇനി ഇത് 2 എണ്ണം അല്ലാണ്ട് 3 എണ്ണം ഉണ്ട് ഇനിയും. ചെറുത് വലുതിനാണ് അവർ വലുത് കാതലായതിനാണ് അവർ വെട്ടിയത്. പിന്നെ ഇത് വേറൊരെണ്ണം ചെറുത്. ഇത് അത്രയ്ക്ക് കാതലായില്ല. ആഹാ, ഇത് വേറൊരു കാതൽ മരം. വെട്ടിയിട്ട് എടുക്കാൻ വേണ്ടിയുള്ള കുറ്റി മേലെയുണ്ട്, അവിടെ നിന്ന് എടുക്കാം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് എടുക്കാത്തത്. അപ്പോൾ ഇനി മേലെ ചെന്നിട്ട് മേലത്തെ കാണാം. പിന്നെ ഒന്നുകൂടി കാണിക്കുകയാണ്. ഇതാണ് അതിൻ്റെ ഇല. പിന്നെ ഇതാണ് കായ. എന്ന് പറഞ്ഞാൽ ഇമ്മാതിരി കായ. ഒരെണ്ണം പൊട്ടിച്ചേളയാം. ഒരു 4-5 അടി കാണണ്ടാണ് അതിനകത്ത്. ഇപ്പോൾ അത് പൊട്ടിച്ചാൽ നൈസായിട്ടിരിക്കാം. പൊട്ടി. ഞാൻ കടിച്ചാണ് പറിച്ചത്. ഇതിനകത്ത് 1, 2, 4 അടി ഉണ്ടായിരുന്നുള്ളൂ. 1, 2, 3 1, 2, 3, 4 1, 2, 3 ഇല്ല, ഇതിനകത്ത് 3 അരി ഉണ്ടായിരുന്നുള്ളൂ. ഒരു അരി ഇളകി പോയില്ല. അരി ഏകദേശം ഈ കണക്കിരിക്കും. ഉണങ്ങുമ്പോൾ ഈ കായ നൈസായിട്ട് ഇങ്ങനെ പൊട്ടി 2ആയിട്ട് കീറും. എന്നിട്ട് അതിനകത്ത് നിന്ന് അരി പുറത്ത് വരും. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത്. അങ്ങനെ ഇവിടെയാണ് വെട്ടിയിട്ട് 2ാമത്തെ മൂടുള്ളത്. 2ാമത്തെ അല്ല, അടുത്ത സെക്ഷൻ മൂടുള്ളത്. ടിങ്. ഇതൊരെണ്ണം പാതി വെച്ചിട്ട് വെട്ടിക്കളഞ്ഞ കുറ്റി. ഇത് വെട്ടിയിട്ട് ഇളക്കിയിട്ടിരിക്കുന്നൊരു കുറ്റിയാണ്. കണ്ട, ചിതലരിച്ചതിനേക്ക വലിയ കുറ്റി. ഇത് നേരത്തെ ഉണങ്ങിപ്പട്ടതാണ്. ഇവിടെയാണ് അടുത്തത്. എന്തൊരു കുറ്റിയോട് കുറ്റി.
ഇതിൻ്റെ കാതലെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ കാതൽ. ഇതിൻ്റെ ഏകദേശം തൊലി മാത്രമാണ് കാതലല്ലാത്തത്. എല്ലാത്തിൻ്റെ അങ്ങനെ തന്നെ തൊലിയും പിന്നെ തൊലിയോട് ചേർന്ന് ഉള്ള കുറച്ച് ഭാഗം അകത്തേയും പോയി കഴിഞ്ഞാൽ ബാക്കി ഇതിനകത്തുള്ള ഫുള്ളും കാതലാണ്. കാതലോട് കാതൽ വീണ്ടും ഉണ്ട്. ഇതാണ് അടുത്ത കുറ്റി. കാതൽ ഹുവ വീണ്ടും കാതൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വേറെ വെട്ടിയിട്ട തടികളൊക്കെ ഉള്ളൊരിടത്താണ്. ഇതാണ് ഒരു കുറ്റി വെട്ടിയിട്ട്. ഇവിടത്തെ ഒരു 3-4 വെട്ടിയിട്ടിട്ടുണ്ട്. വെട്ടുത്ത ഇതുണ്ട്, മരം വെട്ടിയ കുറ്റിയുണ്ട്. ആദ്യത്തെ കുറ്റിയാണ് ഇത്. നല്ല കാതലാണ്. അതുകൂടാതെ തന്നെ വീണ്ടും ഉണ്ട് ഇവിടെ വെട്ടിയിട്ട തടിയുണ്ട്, അത് കാണിക്കാം. ഇതാണ് വെട്ടിയിട്ട തടി, വെട്ടിയിട്ട പീസ് വെട്ടിയെടുത്തതിൻ്റെ തടിയുടെ കൊമ്പ് വെട്ടിമുറിച്ചതാണ് അത്. അതിൻ്റെ വലിയ തടിയാണ് ഈ കിടക്കുന്നത്. ഇത് മൂട്ടുകുറ്റി, മൂട്ടിൽ നിന്ന് വെട്ടിയത് വലുതാണ്, ഇതിനേക്കാളും വലുത്. അതിനവർ വെട്ടിക്കൊണ്ട് പോയി ഇതിൻ്റെ പുറത്തത്തെ വെട്ടിക്കളഞ്ഞ് കാതൽ മാത്രം ആക്കി എടുത്തിട്ടുണ്ട്. തൊലിയൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് ഇതങ്ങനെ തൊലി കളയാതെ ഇട്ടിരിക്കുന്നതാണ്. അതിൻ്റെ അതാണ് മൂട് ഭാഗം. ഇതൊക്കെ നല്ല കാതലാണ്. ഇതിപ്പോൾ ഇന്നലെ വെട്ടിയിട്ടുകൊണ്ടാണ്. 2 ദിവസം വെട്ടിയിട്ട ഇത് കിടന്ന കറായിരിക്കും. ഇതൊക്കെ വെട്ടിയിട്ട് നേരത്തെ വെട്ടിക്കളഞ്ഞതിൻ്റെ തോടാണ്. ഇതാണ് തടി. ഇത് ലേശം കാതൽ കുറവായതാണ്. അത് വെട്ടിയിട്ട് ഉണങ്ങിയതാണ്, അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. ഇവിടെ ഇതുപോലെ വെട്ടിയിട്ട് ഒരുപാട് കുറ്റികളുണ്ട്, കമ്പ്. ഇതും അതുപോലെ നേരത്തെ വെട്ടിയെടുത്തതിൻ്റെ തോടാണ്. വെട്ടിയിട്ട തോടുകളാണ് കാണുന്നത്. പിന്നെ ഇതൊക്കെ വെട്ടിയിട്ട ഉണക്ക കമ്പും പച്ചക്കമ്പ്. ഇതൊക്കെ കണ്ട കാതലെന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് കാതൽ. ഇന്നലെ വെട്ടിയിട്ടതായതുകൊണ്ട് നല്ല കാതലാണ്. കാലിൻ്റെ കറയുണ്ട്, അവിടെ പിടിച്ചു നോക്കിയാൽ അറിയാം. കയ്യിലൊക്കെ നല്ല പോലെ കൂടും. അങ്ങനത്തെ കാതലുകളാണ്. അതുപോലെ അത് മാത്രമല്ല, ഇവിടുത്തെ എല്ലാം വെട്ടിയെടുത്തല്ല, വെട്ടിയതിൻ്റെ പകുതിയുണ്ട്. ഇതൊക്കെ വെട്ടിയതിൽ ഉണങ്ങിയ ഭാഗങ്ങളാണ്. ഉണങ്ങിയതിന് കളർ കുറവാണ്. ഇത് ഉണങ്ങിയിരിക്കാൻ പറ്റും കളർ കുറവ്. ഇതൊക്കെയാണ് അതിൻ്റെ തടികൾ. ഇത് വെട്ടിക്കളഞ്ഞ വെട്ടിക്കളഞ്ഞതിലുള്ള കൊമ്പാണ്. ഇതിനകത്ത് കാതലൊന്നും കാണൂല. ഇതാണ് അതിൻ്റെ ഇല. നേരത്തെ ഒന്ന് കാണിച്ചതായിരുന്നു, എന്നാലും ഇവിടെ വന്നപ്പോൾ കാണിച്ചൊരിലയാണ്. ഇതാണ് ഇവിടത്തെ ഉള്ളതിൻ്റെ ഇല. വീണ്ടും ഉണ്ട് വെട്ടിയിട്ട കുറ്റിക്കാടുകളാണ്. ഇതാണ് കുറ്റി. ഇത് വേറെയാണ്. ഇവിടെ 3 വെട്ടിയിൽ ഒരെണ്ണമാണിത്. ഇതിൻ്റെ കാതൽ ഇവിടെ ഇങ്ങനെ പിടിച്ചു നോക്കിയാൽ, ഇന്നലെ വെട്ടിയതായതുകൊണ്ട് ഇതിൻ്റെ കറ ഇങ്ങനെ ഉണ്ട്. എൻ്റെ കയ്യിലൊക്കെ പിടിച്ചു നോക്കിയാൽ ചൊവ്വാന്നിരിക്കും. നല്ലപോലെ തേച്ച് പിടിപ്പിക്കാനേ കൈമൊത്തം ആവും. ഏകദേശം ഇതുപോലെ. ഇത് 2 ദിവസം കഴിഞ്ഞ് ഇത് നല്ല വെറിയത്തായി വെട്ടിയിട്ട് 2 ദിവസം കഴിഞ്ഞ് ഉണങ്ങിയതിന് ശേഷമാണെങ്കിൽ ഇതിൻ്റെ ഇങ്ങനെ തൊട്ടാലൊന്നും കറയൊന്നും വരില്ല. ഇത് ഇന്നലെ വെട്ടിയിട്ടതായത് കൊണ്ട് അതിൻ്റെ കറ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാൻ പറ്റണം. കയ്യിലൊക്കെ ആയത്. ഇതൊക്കെ വെട്ടിയിട്ടിരിക്കുന്ന തടികളാണ്, പീസുകൾ. ഇതിൻ്റെയൊക്കെ പുറത്തെ തൊലിയും പിന്നെ കുറച്ച് തടിയും വെട്ടിക്കളയണം. അപ്പോൾ അതൊക്കെ ഇതായി കിട്ടും, കാതലാക്കി എടുക്കാം. അങ്ങനെയുള്ളതാണ്. അങ്ങനെ തേടി നമുക്ക് വെള്ളം ഇടാൻ വേണ്ടി ഇതിൽ നിന്ന് ഒരെണ്ണം ഈ ചെറിയൊരു പീസ് ഞാൻ അങ്ങനെ തപ്പിപ്പിടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കൊണ്ടുപോയിട്ട് വെള്ളം ഇടാം. നമ്മുടെ വെള്ളം കാച്ചും. നമുക്ക് ദാഹശമനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പുറം കണ്ട. ഇത് വെട്ടിക്കളഞ്ഞതിൻ്റെ തോടല്ല, വെട്ടിക്കളഞ്ഞതിൻ്റെ വലിയത് വെട്ടിയെടുത്തതിൻ്റെ പീസാണ്. അതിൻ്റെ തടി കണ്ട നല്ല കാതലാണ്. ഇനിയിപ്പോൾ വെള്ളം ഇടാം. അങ്ങനെ വെള്ളം വെച്ചിട്ടുണ്ട്.
ഏകദേശം കാഞ്ച് വെള്ളം ചൂടായി തുടങ്ങിയിട്ടുമുണ്ട്. ആഹാ, തീ കയറുന്നുണ്ട്, വെള്ളം ചൂടായി തുടങ്ങുന്നുണ്ട്. ചൂടായി തിളച്ചതിന് ശേഷം നമുക്ക് കൊണ്ടുവന്ന തടിയെ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ കളറായി വരുന്നതായിരിക്കും. കളറായി വരുമ്പോൾ പാകമാകുമ്പോൾ എടുക്കുക, കുടിക്കുക, അത്രയേ ഉള്ളൂ, സിമ്പിൾ. അപ്പോൾ ഇനി തിളച്ചിട്ട് കാണാം. അങ്ങനെ വെള്ളം ഏകദേശം തിളക്കാറായിട്ടുണ്ട്. ആ ഇതിൻ്റെ കൊണ്ടുവന്നതിൻ്റെ തൊലിയൊക്കെ മാറ്റി തടിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കൊണ്ടുപോയി തിളയ്ക്കുമ്പോൾ ഇനി അതിൻ്റെ മണ്ടയ്ക്ക് ഇട്ട് കൊടുക്കണം. തിളച്ചില്ല, നല്ല കുടുകൂടാ വിട്ട് തിളച്ചിട്ട് ഇട്ടാലാണ് അതിൻ്റെ സംഗതികളൊക്കെ പുറത്ത് വരുള്ളൂ. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓരോന്നായിട്ട്, ചെറിയ പീസല്ല, അത്യാവശ്യം വലിയ പീസായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാൻ തുടങ്ങാം. അത് ഇട്ടിട്ടുണ്ട്, ഒരെണ്ണം ഇട്ടു. ഇത് കുറേ കൂടി മുറിച്ചിരുന്നെങ്കിൽ ഇടുമ്പോൾ ഇടാൻ സൗകര്യമായിരുന്നേനെ. പക്ഷെ ആയുധം കൊണ്ടുപോയിട്ട് ഞാൻ ആദ്യം കാണിച്ച അതിൽ നിന്ന് വെട്ടിക്കൊണ്ട് വന്നിരുന്ന അല്പം കുറച്ച് പീസ് കൊണ്ടുവന്നിരുന്ന് ഇട്ടിരുന്നെങ്കിൽ ഷടപടേന്ന് പെട്ടെന്ന് തന്നെ സംഭവം സെറ്റായേനെ. ഉണ്ടായിപ്പോൾ 2 പീസ് ഇട്ടപ്പം തന്നെ ഇപ്പം തന്നെ അത് നിറം മാറി തുടങ്ങിയിട്ടുണ്ട്. അതും കൂടി അങ്ങ് ഇട്ടുകളയാം, പോട്ടുമില്ലല്ലോ. ഇത് കണ്ടിട്ട് ഇരുടിരുടാവും, കറുകറാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നോക്കാം. അങ്ങനെ ഏകദേശം ഒരു 2-3 മിനിറ്റ് ആയിട്ട് തിളപ്പിച്ചപ്പോൾ തന്നെ ഇത്രയും കറ ഇറങ്ങിയിട്ടുണ്ട്. കറയെന്ന് വെച്ചാൽ ഏകദേശം പിങ്ക് മാറിയിട്ട് ചുവപ്പ് കളറിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇറക്കാം. ഇനിയിപ്പോൾ ഇറക്കിയില്ലേ ചിലപ്പോൾ കറ ആവും മിക്കവാറും. യെസ് ആ, ഇത്ര മനോഹാരിത. ഓ ആബി, ആഹാ, കൊള്ളാം, മനോഹാരിതമായിട്ടുണ്ട്. ഇനിയിപ്പോൾ ആറിയ ശേഷം, തണുപ്പിച്ച ശേഷം ഇഷ്ടാനുസരണം സേവിക്കാവുന്നതാണ്. ആഹാ, എന്തൊക്കെ ഡിസൈൻ വന്നോ അതിനകത്ത്. പല പാറ്റേണിലും അതിനകത്ത് എന്തൊക്കെയോ സംഭവിക്കുന്നു. ആഹാ, ഇനി ആ കമ്പ് അതിൻ്റെ പൊടിയെടുത്ത് കളഞ്ഞിട്ട് പൊടിയെടുത്ത് കളഞ്ഞിട്ട് അപ്പോഴത്തേക്കും പൊടി ഉണ്ടെങ്കിൽ അടിയിട്ട് അടുത്ത് കുടിക്കോളും. എന്നിട്ട് നമുക്ക് ഓരോ ഗ്ലാസ് അടിച്ച് കളയാം. തണുത്തതിന് ശേഷം അങ്ങനെ ഉണ്ടോ എന്ന് നോക്കാം. സംഭവം ഇനി എങ്ങനെ ഉണ്ടെന്ന് എൻ്റെ കളർ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോവുകയാണ്. ആദ്യമായിട്ട് സ്റ്റീൽ ഗ്ലാസ്സിൽ വെച്ചിട്ട് കോരി പറ്റിക്കോ. വാവ്, എന്നതാ ഇത്. ലെവലിൽ കൊണ്ട് നോക്കിയാലാണ് അതിൻ്റെ ഒരു തനി ഗുണം കാണുള്ളൂ. ഗ്ലാസ്സിനൊരു ക്ലിയർ കുറവുണ്ടല്ലോ. തുടച്ചെടുക്കട്ടെ. ഗ്ലാസ്സിനകത്ത് തുടച്ചെടുത്തെങ്കിൽ പലവിടായിരുന്നല്ലോ. നല്ല ചൂട്. വാ, സക്സസ്. അതിമനോഹാരിത. എന്താ താഴെക്കോട്ട് പോയി അതാ മേലോട്ട് പോകാം. അതുപോട്ട് കുറേ നേരം കൊണ്ട് നല്ല കാതിലുള്ള വെട്ടിട്ടുന്ന ചൊവ്വയായന മിക്കവാറും. എന്നാലും ഒന്നും പറയാനില്ല. നമ്മുടെ പരീക്ഷണമല്ല, സംഭവം വിജയിച്ചിട്ടുണ്ട്. കൈമാറി കൊടുക്കണ്ട. എന്തായാലും കിടിലം. എന്താ അതിൻ്റെ ഒരു കളറ്, പിങ്ക് കളറ്. ഓ നല്ല ചൂട്. അപ്പോൾ ഒന്നും പറയാനില്ല, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എൻ്റെ ചെയ്ത്ത് പറ്റിയിട്ടുണ്ട്. കടായിക്കോ മതി. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അതുവരെ ലൈക്ക് ചെയ്തിട്ട്, ഷെയർ ചെയ്തിട്ട്, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാത്തിരിക്കുക. താങ്ക് യു.